വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഉപജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുള്ളംകൊല്ലി പഞ്ചായത്തിൽ 9-ാം വാർഡിലെ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ സ്ഥിതിയാണിത്. നമുക്കിതൊന്ന് നേരിട്ട് മനസ്സിലാക്കാം. LP സ്കൂൾ ചണ്ണൂത്തോലിയാണ്. ഇത് ഏകദേശം 98-2000 കാലഘട്ടത്തിലാണ് ഈ സ്കൂൾ ഇവിടെ വന്നിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഏകദേശം 100 കുട്ടികളോട് ഉണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കൂളാണിത്. അതേപോലെ ഈ സ്കൂളിൻ്റെ ഈ ചുറ്റുമതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ ചുറ്റുമതിൽ നല്ല രീതിയിലുള്ള ചുറ്റുമതിലായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഇതിൻ്റെ മതിലിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് ഇതിൻ്റെ മതിൽ ഉന്തിയാൽ താഴെ പോകുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം സ്കൂൾ അധികൃതർ PHT ഒക്കെ കൂടിയിട്ടാണ് ഈ മതിൽ പൊളിച്ചു നീക്കിയത്. പൊളിച്ചു നീക്കിയതിന് ശേഷം ഈ സ്കൂളിൽ തന്നെ ഒരു അധ്യാപികയും ഫാമിലി ആയിട്ട് വന്നപ്പോഴാണ് ഈ കാണുന്ന ഈ കുഴിയിൽ അവരുടെ കാറ് പോകുകയും ആളുകളെല്ലാം കൂടി വലിച്ചു കയറ്റുകയാണ് ഉണ്ടായത്. ഇതേപോലെ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളമെല്ലാം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാണുന്നത് നമ്മുടെ തീരദേശ ഹൈവേ ആണ്. തീരദേശ ഹൈവേ എന്ന് വെച്ചാൽ കബിനീരി, മരക്കടവ് ആ ഭാഗത്തുകൂടിയുള്ള എല്ലാ വാഹനങ്ങളും ബത്തേരിക്ക് ഒരു എളുപ്പ വഴിയാണിത്. ഏത് സമയം ഇതിലേക്കൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളാണ് നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നത്. തീരെ ചെറിയ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. ഇൻ്റർവെൽ സമയത്ത് ഏത് സമയം മാഷുമാർക്ക് ഈ സ്കൂളിൽ ഈ പിള്ളേരെ നോക്കിയിരിക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ ഈ പിള്ളേർ ഇങ്ങോട്ട് റോഡിലേക്ക് കയറുക, ഈ കുഴിയിൽ കണ്ടോ ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുവാണ്. ഇതിവിടുത്തെ പഞ്ചായത്തിൻ്റെയും അതേപോലെ പഞ്ചായത്ത് മെമ്പറുടെയും ഒരു അനാസ്ഥയാണ് ഇങ്ങനെയുള്ളൊരു ഇതിന് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നാട്ടുകാർ ഇത് കുറേ വട്ടം പറഞ്ഞതാണ്, ഇതിന് ചുറ്റുമതിൽ കെട്ടണം, സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കി ഇടുന്നത്. കണ്ടോ ഫോറസ്റ്റ് പോലെയാണ്. അക്കരെ നോക്കിയാൽ കർണാടക ഫോറസ്റ്റ്, ഇക്കരെ നോക്കിയാൽ സ്കൂളിൽ ഇവിടെ ഈ ഫോറസ്റ്റ് ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിലാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഇത് വിദ്യാഭ്യാസ തലത്തിൽ മേലധികാരികൾ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. AEO DG അങ്ങനെയുള്ള വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർ, മേലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലേക്ക് ഇത് നമ്മൾ പെടുത്തിയിട്ട് വരുന്ന അധ്യയന വർഷമെങ്കിലും നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ പരിസരം ഒന്ന് നല്ല രീതിയിൽ കൊണ്ടു നടക്കണമെന്നാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ആഗ്രഹം. ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം കൂട്ടായ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടേക്ക് സ്കൂളിലേക്ക് കടന്നു വരാൻ തന്നെ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷ വളരെ പ്രാധാന്യത്തോടെ നമുക്ക് കണക്കാക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, ഈ പൊളിഞ്ഞു കിടക്കുന്ന ഗേറ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഈ ഗേറ്റിലൂടെ വേണം നമ്മൾ ഈ മാടപ്പള്ളിക്കുന്ന് ചാമപ്പാറ പ്രദേശത്തുള്ള കുട്ടികൾ ഈ ഗേറ്റിലൂടെ വേണം കിടന്ന് ഇപ്പറ റോഡിലോട്ട് വരാൻ. നമുക്ക് മുതിർന്നവർക്ക് വരെ ഈ ഗേറ്റിലൂടെ കിടന്നു വരാൻ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കുട്ടികൾ എങ്ങനെ ഈ ഗേറ്റിലൂടെ വെളിയിലോട്ട് വരും, ഉള്ളിലോട്ട് പോവുകയും ചെയ്യുന്നത്?